ഓ ഈ ബർത്ത്ഡേ ഗേളിനെ എന്താ ഇതുവരെ കാണാത്തെ? എനിക്ക് സിനിമയ്ക്ക് പോണ്ടതാ. നിങ്ങൾ ഇത് രണ്ടാമത്തെ തവണയല്ലേ സിനിമ കാണുന്നേ? കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ഹായ് ഗേൾസ്, ഹാപ്പി ബർത്ത്ഡേ. അല്ല, ഇത്രയും നേരം എവിടെയായിരുന്നു? ഇരിക്കട്ടെ ഞാൻ പറയാം. നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത്. 40 വയസ്സായല്ലോ, ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മാമോഗ്രാം ചെയ്തു ഇന്ന്. എന്നിട്ട് എന്തായി? അത് നോർമലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാ. അതെ, ചെയ്തപ്പോൾ വേന എടുത്തോ? വേറെയൊന്നുമില്ല, ഒരു ചെറിയൊരു കംപ്രഷൻ. ചെയ്യാൻ എത്ര നേരം എടുക്കും? അതാകെ ഒരു 15 മിനിറ്റ് ഒക്കെ കഷ്ടി എടുക്കുമല്ലോ, അത്രയും സമയമൊന്നും എടുക്കാറില്ല. അത്ര കുറിപ്പോടെ പറയാണ്ട് താങ്കൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആദ്യവട്ടം ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ച് പോയാ ചെയ്തത്. നോർമലായിരുന്നു. 2ാം വർഷത്തെ കക്ഷിയെ വിളിച്ചപ്പോ ഇയാള് മടി പിടിച്ചു. അതെന്താ താൻ പിന്നെ പോവാഞ്ഞേ? അത് ആദ്യത്തെ തവണ നോർമൽ ആണെന്ന് കണ്ടപ്പോ പിന്നെ റെഗുലർ ആയിട്ട് പോകാൻ മടിയായി. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് ആ കറക്റ്റ് ടൈമിന് ചെയ്താലല്ലേ ചേഞ്ചസ് നേരത്തെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതെ, അത് ആദ്യത്തെ തവണ നോർമൽ ആയതുകൊണ്ട് പിന്നെ അടുത്ത തവണ ഇനി വല്ലതും കണ്ടെത്തി അതിന്റെ ഉള്ള സമാധാനം കൂടെ പോവല്ലോ എന്ന് ഓർത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. അതെ, ഒന്നുമില്ലെന്ന് അറിയുന്നത് തന്നെയാണ് ശരിക്കുമുള്ള സമാധാനം. അഥവാ നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലും അത് ഏർലി സ്റ്റേജിൽ കണ്ടെത്തി നമുക്ക് നേരത്തെ ചികിത്സിച്ച് മാറ്റാമല്ലോ. അത് ശരിയാണ്, നേരത്തെ കണ്ടെത്തുന്നത് തന്നെയാണ് രോഗം അറിയാണ്ടായി പോകുന്നതിനെക്കാട്ടും നല്ലത്. ആ പറഞ്ഞത് തീർത്ത് ശരിയാണ്. എന്നിട്ട് ഈ പറഞ്ഞ ആളെ മാമോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ കണ്ടില്ലല്ലോ അങ്ങോട്ട്. ബ്രസ്റ്റ് സെൽഫ് എക്സാമിഷൻ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുമ്പം പിന്നെ ഇതിന്റെയും കൂടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഒരു കൈ കൊണ്ട് നമ്മൾ പരിശോധിച്ച് മുഴ കണ്ടെത്തുന്നതിനെക്കാട്ടിലും 2 വർഷം മുൻപേ എങ്കിലും മാമോഗ്രാം വഴി കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എപ്പോൾ സമയം കിട്ടട്ടെ? എന്റെ OP ഒക്കെ ഭയങ്കര ബിസി അല്ലേ. ഒരു 3 മണിക്കൂർ നിങ്ങൾക്ക് സിനിമയ്ക്ക് പോയിരുന്ന് കാണാം. എന്നാലാണെങ്കിൽ ഒരു 15 മിനിറ്റ് ആരോഗ്യത്തിന് ചെലവഴിക്കാനില്ലല്ലേ? ആരോഗ്യത്തിന് ഒരു എക്സ്ക്യൂസും ഇല്ല. നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ മാമോഗ്രാം നാളെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആ തീരുമാനം കൈ അടിച്ച് പാസ്സാക്കാം. വാ, കേക്ക് മുറിക്കാം. ഞാൻ കേക്ക് എടുത്തിട്ട് വരാം. അങ്ങനെ അടുത്ത വർഷം ഞാനും ഇതൊക്കെ ചെയ്യേണ്ട വരും. ഹാപ്പി ബർത്ത്ഡേ.